So hello friends, once again welcome back. Friends, അപ്പോൾ ഇത് നമ്മളൊരു 5.1 ആംപ്ലിഫയർ കിറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. Soundtron എന്ന ബ്രാൻഡാണ് ഈ ഒരു കിറ്റ് വെളിയിൽ ഇറക്കിയിരിക്കുന്നത്. റിമോട്ട് കിറ്റ് അല്ല, ഇതെല്ലാം കൂടെ ചേർന്നൊരു പാക്കേജ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊരു 5.1 ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പറ്റും. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനുമായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോയാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ കിറ്റ് കിട്ടിയൊരു പാക്കേജ് തരുന്നത്. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചു. നല്ല പാക്കിംഗ് ആയിരുന്നു. ഇതുവരെ നമുക്ക് സൗണ്ട്ട്രോണിൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ളൊരു പാക്കിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് നോബൊക്കെ വന്നൊരു പേപ്പറാണ്. അപ്പം നോബെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ പുറത്തോട്ടെടുത്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ഡിസൈൻ. അതുപോലെ തന്നെ ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാബിനാണ്. ഫ്രണ്ട് ഡിസൈൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ലുക്കും ഉണ്ട്. ബ്ലാക്ക് മാറ്റും അതുപോലെ തന്നെ ഗ്ലോസി ഫിനിഷിങ്ങിലും രണ്ട് ടെക്സ്ചർ ചേർത്താണ് അവരൊരു ഫ്രണ്ട് ഡയൽ ചെയ്തിരിക്കുന്നത്. സിംഗിൾ ലെയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡയലാണ്, പക്ഷേ മുകളിലായിട്ട് ഈ ഒരു എന്താ പറയുന്നത് ഗ്ലോസി ഫിനിഷ് ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. സോ ടോട്ടലി ഈ ഫ്രണ്ട് വശം കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. ചെറിയ സ്വിച്ചാണ്, ഒരു ഹൈ-ഫൈ ഡിജിറ്റൽ ആംപ്ലിഫയർ എന്നുള്ള പേര് മാത്രമേ കൊടുത്തിട്ടുണ്ട്. സൗണ്ടോണിൻ്റെ ലേബലൊന്നും അവർ ചെയ്തിട്ടില്ല. അപ്പോഴേ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്യാബിനാണ്. ഞാൻ പറഞ്ഞ മുകളിൽ 2 എയർ വെൻറ്റ് വന്നിട്ടുണ്ട്. സോ കൂളിംഗ് സിസ്റ്റം നല്ലോണം നടക്കും. നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാം. അതിനകത്ത് സാധനങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. സോ ഇത് ഓൾറെഡി ഇത് നട്ടും ബോൾട്ട് വിട്ടൊന്നുമല്ല വരുന്നത്, ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞത് ഇതൊരു ആംപ്ലിഫയർ കിറ്റാണ്. സോ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അവർ RCA സോക്കറ്റ്, 5.1 ഇൻപുട്ട്, അതുപോലെ തന്നെ 3 ഓക്സിലറി ഇൻപുട്ട്, അതുപോലെ തന്നെ ഇത് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട്, സബിൻ്റെ ഔട്ട്പുട്ട്, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സോക്കറ്റ്സ് ആണ് അവർ വെച്ചിരിക്കുന്നത്. ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ബാക്ക് വശത്ത്. സോ നമ്മളിതിൻ്റെ അടപ്പിലേക്ക്, അതായത് കവറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ല ക്വാളിറ്റിയാണെന്ന് പറയേണ്ടി വരും. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അവർ ഓൾറെഡി ഇതൊരു എന്തായാലും പ്രീ ഡിസൈൻ ചെയ്ത സാധനമാണ്. അതുപോലെ തന്നെ കുറേ ഒരു 80% ഓൾറെഡി അസംബിൾഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. റിമോട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ട്രാൻസ്ഫോമർ മാത്രമേ ഉള്ളൂ. ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ TD2030 5 ചാനൽ ബോർഡാണ് വന്നിരിക്കുന്നത്. അതും ഫിൽറ്ററും അതിൻ്റെ പവർ സപ്ലൈയും എല്ലാം കൂടെ ഒറ്റ PCB വന്നേക്കാണ്. ഇപ്പോൾ ഈ കാണിച്ച 2 കപ്പാസിറ്ററും ആ ഡയോഡും നമ്മുടെ 2030 ICക്കുള്ള പവർ സപ്ലൈക്കുള്ളതാണ്. അതുപോലെ മെറ്റൽ ഡയോഡും 10000 UF-ൻ്റെ 50 വോൾട്ടിൻ്റെ സാംവയുടെ കപ്പാസിറ്ററാണ് ഈ ഒരു 4 MOSFET ബോർഡിനായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബോർഡ് വന്നിരിക്കുന്നത് 4 MOSFET സബിനും അതുപോലെ തന്നെ നമുക്ക് TD2030 ചാനലിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ കണക്റ്റേഴ്സ് എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. പവർ സപ്ലൈ എല്ലാം അടുക്കി ഒതുക്കി ക്ലിയർ ആയിട്ട് ഒറ്റ PCBക്ക് അത് ചെയ്തിട്ടുണ്ട്. സോ വയറുകളെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള AC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാം കണക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. സോ ഈ ബോർഡുകളൊന്നും ഇളക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല. ജസ്റ്റ് ഒരു ട്രാൻസ്ഫോമർ എടുത്ത് വെക്കുക, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്നൊരു സംഗതിയാണ്. ആർക്കും ഈസി ആയിട്ട് ചെയ്യാം. സപ്ലൈ എല്ലാം കിടപ്പുണ്ട്. ഇപ്പോൾ ഫാനിലേക്ക് ഒരു സപ്ലൈ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ അതിനകത്തുനിന്ന് വേണമെങ്കിൽ ലൂപ്പ് ചെയ്തെടുത്ത് ഈ ഒരു ഇതിൽ കൊടുക്കാം. എന്താ പറയുന്നത്, ലൈറ്റ് സെറ്റിങ്സ് ആണെങ്കിൽ ലൈറ്റ് സെറ്റിങ്സിലേക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി എല്ലാം കണക്റ്റഡ് ആണ്. ഒരു സെമി ആംപ്ലിഫയർ അസംബിൾഡ് സംഗതിയിലേക്ക് തന്നെ ഇത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് എളുപ്പം ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം അവർ ഈ ഒരു കിറ്റ് തരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും തരുന്നത്. എന്തായാലും സ്പീക്കറിന് ഔട്ടിലേക്കുള്ള കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. സബിന് വേണ്ടി മാത്രമേ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ലൊരു ഹീറ്റ് സിങ്ക് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ 4 MOSFET ബോർഡ്. 4 MOSFET ബോർഡ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ളൊരു ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല PCB കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു എക്സ്ഹോസ്റ്റ് ഫാൻ ബാക്കിൽ ഇരിപ്പുണ്ട്. അത് ഹീറ്റ് സിങ്കിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. സോ കൂളിങ്ങിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതായത് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വരത്തില്ല. എന്തായാലും നമുക്ക് റിമോട്ട് കിറ്റിലേക്ക് പോകാം. റിമോട്ട് കിറ്റ് ഡബിൾ സൈഡ് PCB ആണ്. അതുപോലെ 3 ഹെവി IC വെച്ചാണ് വന്നേക്കുന്നത്. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ പ്രൈസിനെ പറ്റി. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ആദ്യം വില കൂട്ടേണ്ട Soundtron ആയിരിക്കും. കാര്യം ഇവരുടെ കിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കമ്പോണൻസ് ഉണ്ട്. അത് നല്ല PCB, ഡബിൾ സൈഡ് PCB ആണ്. ഇപ്പം ഡിസ്പ്ലേയിലേക്ക് പോയാലും നല്ല PCB ആണ്. എന്താ പറയുന്നത്, നല്ല ക്വാളിറ്റിയാണ് അവരുടെ ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ ഓവറാൾ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു PCB ഡിസൈനും കമ്പോണൻസും അതിൻ്റെ ഒരു അടുക്കും ചിട്ടയും നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. എല്ലാം കെൽട്രോൺ ക്യാപ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു മോണോ സ്പീക്കർ പ്രൊട്ടക്ഷന് വരുന്നുണ്ട് സബിന് വേണ്ടിയിട്ട്. അത് ഇതിനോട് കപ്പിൾ ചെയ്തവർ കൊടുക്കുന്നതാണ് റിമോട്ട് കിറ്റിനോട്. നമ്മൾ നേരത്തെ റിവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ കിറ്റിന് നേരത്തെ, അതായത് കുറച്ചാൾ മുന്നേ ഒരു 1500 ആയിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു പ്രൈസിലേക്ക് വന്ന് 1600 കൊടുത്തു. സോ ആലോചിച്ച് നോക്കണം, ഈ ഒരു കിറ്റിന് 1600 രൂപയേ ഉള്ളൂ. അവർ നമ്മൾ ആലോചിക്കണം, ഇത്രയും കമ്പോണൻസും സെറ്റപ്പും ഉള്ളൊരു കിറ്റിന് ഇത്രയും വിലയേ ഉള്ളൂ. സോ
അപ്പോഴാണ് നമുക്ക് മറ്റുള്ള കിറ്റിനെ നമുക്ക് എന്താ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു ഇത് വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത്. എന്തായാലും അതാ ഈ ഒരു ഫ്രണ്ട് പാനലും കാര്യങ്ങളും അതിൻ്റെ ബാക്ക് സൈഡെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഓൾറെഡി പ്രീ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. USB പാനലും അതുപോലെ തന്നെ USB സോക്കറ്റും എല്ലാം ബാക്കിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരുവിധം ഫിനിഷ് ചെയ്ത ഒരു 85% ഫിനിഷ് ചെയ്ത ഒരു കിറ്റാണിത്. അതായത് പെട്ടെന്ന് ഒരാൾക്ക് അസംബിൾ ചെയ്യണം, അയാൾക്ക് ചുമ്മാ അസംബിൾ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് എളുപ്പം അസംബിൾ ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടി ഇറക്കി ചെയ്യുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഇത് ബോർഡും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫ്രീ ആയിട്ട് വേറെ ആയിട്ട് തരുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചില്ല. എന്തായാലും അവിടെയാണ് നമുക്ക് ട്രാൻസ്ഫോമർ പ്ലേസ് ചെയ്യാനുള്ളത്. ട്രാൻസ്ഫോമർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു 12 ആംപിയർ സപ്ലൈ നമ്മുടെ ഇതിന് കൊടുക്കണം, TD 230 IC കൊടുക്കണം. അതുപോലെ തന്നെ അതിനെ കൂടെ ഒരു 24 to 27 വോൾട്ട് AC സപ്ലൈ വരുന്ന ഒരു സപ്ലൈ നമ്മൾ ഇതിന് കൊടുക്കണം, സബിനും കൊടുക്കണം. സോ റിമോട്ട് ഇതാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. കാര്യം ഈ റിമോട്ട് ഈ ഒരു ക്വാളിറ്റിയിലാണ് വരുന്നത്. പക്ഷേ നമുക്ക് എന്താ പറയുക, ആ ഒരു ക്വാളിറ്റിയിൽ ഇതിപ്പോൾ കിട്ടുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഒരു ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരെ തിരിച്ച് വരാം. ഞാൻ പറഞ്ഞിരുന്ന ട്രാൻസ്ഫോമറിനെ പറ്റിയായിരുന്നു. ട്രാൻസ്ഫോമറിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് പവർ സപ്ലൈ വേണ്ടത് 12 ആംപിയറും 24 to 27 വോൾട്ട്, 27 മുകളിലോട്ട് പോകരുത് വോൾട്ട്, ഒരു 7 ആംപിയറും, അതുപോലെ തന്നെ ഒരു 012 അതിൻ്റെ ഒരു 2 ടാപ്പിങ്ങും, അല്ലെങ്കിൽ 12 2 ടാപ്പിങ്ങും 012 ഉണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യം തന്നെ ഉപയോഗിക്കണമെങ്കിൽ ടാപ്പിംഗ് പിന്നീട് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും ടാപ്പിംഗ് എടുക്കാൻ പറഞ്ഞത്. സോ ഇത്രയും ടാപ്പിംഗ് വെച്ച ഒരു ട്രാൻസ്ഫോമറിനകത്ത് പ്ലേസ് ചെയ്ത് അത് പ്ലഗ് ഇൻ ചെയ്താൽ നമുക്കിത് യൂസ് ചെയ്യാം. നിസ്സാര കണക്ഷൻസ് ചെയ്താൽ മാത്രം മതി. സോ വളരെ എന്താ പറയുന്നത്, അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് അവർ തന്നിരിക്കുന്നത്. 5500 രൂപയാണ് ഈ ഒരു ഇത്രയും കിറ്റിനോട് പ്രൈസ് വന്നിരിക്കുന്നത്. അഗ്രസീവ് പ്രൈസിംഗ് ആണ്. സോ എനിക്കത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം, നമ്മുടെ രതീഷിനെ പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാര്യം നല്ലൊരു കിറ്റാണ്, റീസണബിൾ പ്രൈസാണ്. നിങ്ങൾ സൗണ്ട്ട്രോണിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ സൊല്യൂഷൻ. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.